ഫ്രീ തികച്ചും ഫ്രീ. കാണൂ രുദ്രയുടെ എല്ലാ മാന്ത്രിക സാഹസങ്ങളും തികച്ചും സൗജന്യമായി ജിയോ സിനിമയിൽ മാത്രം. അതെന്തായാലും കലക്കിരുത്ര ഇപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്ക്. നീ ആരുടെ നേർക്ക് ഉന്നം വെച്ചാലും ശരി, അവസാനം അത് എന്റെ നേർക്കാ വരുന്നത്. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഈ ഐസ്ക്രീം പിടിക്ക്. ടേസ്റ്റ് ആയിട്ടുണ്ട്. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ. അയ്യോ, ആരും അവിടെ പ്രശ്നത്തിലാന്ന് തോന്നുന്നു. വരും, നമുക്ക് ചെന്ന് നോക്കാം. ഹലോ സർ, എന്റെ പേര് രുദ്ര എന്നാണ്. നിങ്ങളുടെ വിഷമത്തിന് എന്താ കാരണം? എന്റെ വീട് ഇവിടുന്ന് ഓടിപ്പോയി. പിന്നെ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? കള്ളം പറയുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. നിനക്ക് സഹായം വല്ല വേണമായിരുന്നെങ്കിൽ നേരിട്ട് ചോദിക്കാമായിരുന്നല്ലോ. രുദ്രയും മുത്തശ്ശനും എല്ലാവർക്കും സഹായം ചെയ്യുന്നവരാണ്. പറയ്, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഡ്രസ് വേണോ, കടപ്പാടം വേണോ, അല്ലെങ്കിൽ വീട് വേണോ? എന്താ വേണ്ടത് പറയണ. ഞാൻ എന്റെ പ്രശ്നം നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് അത് കളിതമാശയായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല അല്ലേ? എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സോറി സഹോദര, ഞാനേ വെറുതെ ഒരു തമാശ പറയായിരുന്നു. പക്ഷെ നീ അത് സീരിയസ് ആയിട്ട് എടുത്തില്ലേ? ഒന്ന് സമാധാനിട്ടിരിക്കുക സർ. ഇനി നിങ്ങൾ പറയോ, നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ഓടിപ്പോയത്? ഒരാൾ ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ താമസിക്കാനായിട്ട് സ്ഥലം ചോദിച്ചു വന്നു. അയാൾ ഒരു അപരിചിതനാന്ന് കണ്ടപ്പോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ എന്റെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. എന്നിട്ട് വീട്ടിനകത്ത് കയറി. എന്നിട്ട് എന്റെ വീട് എടുത്തുകൊണ്ട് അയാൾ ഓടിപ്പോയി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവനാ വീടും കൊണ്ട് എങ്ങോട്ട് ഓടിപ്പോയത്? ആ വഴിക്കാ പോയത്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ ചെന്നൊന്ന് നോക്കട്ടെ. ദേ അത് കണ്ടോ, അവിടെയുണ്ട് വീട്. ആ ഓടിപ്പോയ വീട് അത് തന്നെയായിരിക്കും. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഒന്നും മിണ്ടാതെ വാ, ഒരു പക്ഷെ ഇതെന്തെങ്കിലും ട്രാപ്പ് ആയിരിക്കാം. അപരിചിതൻ എന്റെ വീട്ടിൽ കയറി വരുന്നത് വളരെ തെറ്റാണ്. Trespassers shall be prosecuted. Please go back. എന്തിനാ വീടിന്റെ അകത്ത് കയറി പതുങ്ങിയിരിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്ന് സംസാരിക്കാം. ആരടാ എന്നെ പുറത്തേക്ക് വരാൻ പറഞ്ഞത്? നിങ്ങളാണോടാ? നിങ്ങളെ കണ്ടിട്ട് ഈ വീടിന്റെ ഉടമസ്ഥനായിട്ട് തോന്നുന്നില്ലല്ലോ. പിന്നെ എന്തിനാടാ അങ്ങോട്ട് എഴുന്നള്ളിയത്? ഞാൻ തന്നോട് ഒരു കാര്യം പറയാൻ വന്നതാ. ഈ വീട് ആരുടേതാണോ അത് അയാൾക്ക് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. മറ്റുള്ളവരുടെ വീട് ഇതുപോലെ അപകരിക്കുന്നത് വളരെ തെറ്റാണ്. ഒരുപക്ഷെ ഞാൻ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ഇനി മൊട്ടേന്ന് വിരിഞ്ഞില്ല. അതിനു മുമ്പ് സംസാരം കണ്ടില്ലേ? ഹൗസ് ഹൈജാക്കർ. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. എനിക്ക് മനസ്സില്ലെങ്കിലോ?
എന്തെങ്കിലും ചെയ്ത് ഈ പാത്രങ്ങളൊക്കെ തുറന്ന് നിർത്താൻ. ചേട്ടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഈ പാത്രങ്ങളായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ഒരാൾക്കേ പറ്റുള്ളൂ. ചില്ലേ ഒന്ന് വേഗം വാ ചില്ലേ. എമർജൻസി. എന്താ പറ്റിയത്? എന്നെ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചത്? വേഗം പറ, ഞാൻ ലഞ്ച് റെഡിയാക്കായിരുന്നു. ഇവിടെ ആകെ മൊത്തം മുഴുവനും പ്രശ്നമാണ്. ഞങ്ങളുടെ മേത്ത് പാത്രങ്ങൾ കൊണ്ട് അറ്റാക്ക് ചെയ്യാണ്. നീ ഇത് കണ്ടോ? രുദ്ര, ഇതിനെയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. എന്താ ഇത് ചെയ്യ്? നമ്മുടെ പാത്രങ്ങൾ നമ്മൾ ചതിച്ചിരിക്കുകയാണല്ലോ. ഇനി ഞാനെന്ത് പറയാനാ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ പാത്രങ്ങൾ എന്നെ പറ്റിച്ചിരിക്കുക. ഇനി നിങ്ങൾ ആരും എന്റെ കിച്ചണിനകത്ത് കേറി പോകരുത്, പറഞ്ഞേക്കാം. മൈര, ആ വീടിന്റെ അകത്ത് കടന്നു കയറാനുള്ള വഴി കിട്ടി കഴിഞ്ഞു. എന്തൊരു വീടാ ഇത്? ശരിക്കും സ്മാർട്ടാ. അകത്തേക്ക് കയറാൻ വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണം. ആ വീട് നമുക്ക് തേടി കണ്ടെത്താം. ലെറ്റ്സ് ഗോ ടു ലൈബ്രറി. ഞാൻ ഇന്നുവരെ വീട് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന മജീഷിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ലൈബ്രറിയിൽ നിന്ന് അത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ബുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിൽ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. ബുക്ക് പ്രൊട്ടക്ടർ, പ്ലീസ് രുദ്രി ഒന്ന് സഹായിക്കേ. അവന് ഹൗസ് തീഫിന്റെ ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. നിന്റെ കൈവശം അത്തരത്തിലൊരു ബുക്കുണ്ടോ? ഹൗസ് തീഫിനെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന ഒരു ബുക്ക്? കിട്ടിപ്പോയി. ആ മജിഷ്യന്റെ പേര് ഹൗസ് ഐജാക്കർ എന്നാണ്. നമുക്കിപ്പോ മിറർ മൗണ്ടൻസിലേക്ക് പോണം. ഒരു മിനിറ്റ് രുദ്ര, ഇവിടെ വേറെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടല്ലോ. വീടിനകത്ത് കടന്നു കയറിയിട്ട് അവനെല്ലാം തലകീഴായി മറിക്കും. അവനെ പുറത്തിറക്കി കൊണ്ടുവാ, പിന്നെ അവന്റെ കാര്യം പോക്ക. എന്തായിരിക്കും ഇതിന്റെ ഒക്കെ അർത്ഥം? അതെ, അങ്ങോട്ട് ചെന്നാലേ നമുക്ക് മനസ്സിലാകൂ. രുദ്ര,
നല്ല ഹൗസസ് എന്ന് പറ. ഈ ഹൈജാക്കർ ആളൊരു വില്ലനാണെന്ന് തോന്നുന്നത്. എന്തുമാത്രം റിഫ്ലക്ഷൻസാ ഇവിടെ ഉള്ളത്. ഇതിന്നുള്ള ആ ശരിക്കുള്ള വീട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക രുദ്ര? നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു സൈഡിൽ നിന്ന് റേസ് അറ്റാക്ക് ചെയ്യാം. റേസ് ഓരോ വീടുകളും കടന്നു പോകും, പക്ഷെ റിയൽ ഹൗസിനെ അത് കടന്നു പോകില്ല. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ ബൈസ്കാർ ചൂ. നിങ്ങളൊക്കെ എന്നെ തേടി വന്നതല്ലേ, പക്ഷെ എന്നെ കണ്ടുപിടിക്കുന്നത് പിള്ളേര് കളിയൊന്നല്ല കേട്ടോ. അവന്റെ എവിടെയുണ്ട്? അല്ല, ഞാൻ അവനെ ആ വീട്ടിലാ കണ്ടത്. അവിടെ അല്ലടാ മണ്ട, ഞാനിതാ ഇവിടെയാ. അല്ല ഇവിടെയാ, ഞാൻ ദാ ഇവിടെയാടാ. ഇതാ ഇവിടെ. എന്തൊരു പ്രശ്നമായത്, ഒരു കടങ്കഥ പോലെ ആയല്ലോ. ഈ പസിൽ ഇപ്പൊ എങ്ങനെ സോൾവ് ചെയ്യുന്നത്? അവൻ ഓരോ വീട്ടിലും ഉണ്ടല്ലോ. നല്ലോണം ശ്രദ്ധിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു ക്ലൂ തീർച്ചയായിട്ടും കിട്ടും. നീ ഇപ്പൊ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്ന രുദ്ര? Just follow my lead. വന്ന് പിടിക്കടാ, വാ വാ, വന്ന് പിടിക്ക്, എന്നെ പിടിക്കാൻ ശ്രമിക്ക്. ചേടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. നമ്മളിപ്പോ ആകാശത്തിൽ ചെന്ന് ഫൈറ്റ് ചെയ്യണോ? വന്ന് പിടിക്കടാ, എന്നെ വന്ന് പിടിക്ക്. ഞാൻ ഇതാ ഇവിടെയുണ്ട്, ഇതാ ഇവിടെയുണ്ട്, ഞാനിതാ ഇവിടെയാടാ, ഇതാ ഇവിടെയുണ്ട്, കണ്ടില്ലേ? നീ നിന്റെ മാജിക് ചെയ്യാ. ആ ബോൾട്ടറിനെ റിയൽ ഹൗസിലേക്ക് വലിച്ചെറിയ. എന്ത് മൈര മാജിക് ചെയ്യാൻ പോവാന്നോ? അപ്പൊ ഞാൻ ആദ്യം പോയി എവിടെയെങ്കിലും പതുങ്ങിയിരിക്കണല്ലോ. Yes, Myra, you did it. That's the real house. Sorry. ഇതിപ്പോ ഫേക്ക് ഹൗസസിനെ പറഞ്ഞേക്കേണ്ട സമയമാണ്. ഈ ബൈസ്കാ ബം ചിക് ചിക് ബൂം. രുദ്ര, ഇവിടെ ഇനിയും ഒരുപാട് റിയൽ ഹൗസസ് ഉണ്ടല്ലോ. നമുക്കിതെല്ലാം റെസ്ക്യൂ ചെയ്തേ പറ്റൂ. ലെറ്റ്സ് ഗോ ഹോം റിയൽ ഹൗസ്. No.
എടാ ഒന്ന് നിർത്ത്, എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എങ്ങോട്ട് കൊണ്ടുപോയാലും ഞാൻ ഈ വീട് വിട്ട് പുറത്തിറങ്ങില്ല. ഇത് എന്റെ വീടാണ്, എന്റെ വീട്. ഇപ്പൊ നമുക്ക് താഴേക്ക് ചെന്നിട്ട് നോക്കാം. ഹാ. ഹാ. എന്റെ വീട്. ഒന്ന് നിൽക്കൂ. ആദ്യം അകത്ത് ഒളിച്ചിരിക്കുന്നവനെ പുറത്താക്കട്ടെ. എന്ത് പറ്റി? തോറ്റെന്ന് സമ്മതിച്ചോ? ഞാനങ്ങ് പോവാ. നിർത്ത്, നീ എന്തായി ചെയ്യുന്നത്? മതിയാക്ക്, നിർത്ത്, എന്റെ തല കറങ്ങുന്നു. എന്റെ അമ്മച്ചിയെ ഒന്ന് പതുക്കെ നിർത്ത്, നിർത്ത്, നിർത്ത്. എന്താ ഇതൊക്കെ? അയ്യോ വേണ്ട, മതി, നിർത്ത്, നിർത്ത്, ഒന്ന് നിർത്ത്. ദേവി ഇത് എന്നെ ഇങ്ങ് വിട്ടേക്ക്, എന്റെ തല കറങ്ങുന്നു. ഒരു കണ്ടീഷനിൽ ഞാൻ നിന്നെ പുറത്ത് വിട്ടേക്കാം. നീ എനിക്ക് വാക്ക് തരണം. നീ ആരുടെയും വീട് ഹൈജാക്ക് ചെയ്യില്ലെന്ന് സത്യം ചെയ്യണം. ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഇനി ആ തെറ്റ് ഒരിക്കലും ചെയ്യില്ല. ദേവി ഇത് എന്നോട് ക്ഷമിച്ചേക്ക്. പ്ലീസ് എന്നെ അങ്ങ് വിട്ടേക്ക്. ഓക്കെ, ഇപ്പൊ നിനക്ക് പോവാം. On your mark, get set, go! താങ്ക് യു രുദ്ര, താങ്ക് യു വെരി മച്ച്. അങ്ങനെ താങ്ക്യൂ ഒതുക്കാൻ പറ്റുമെന്നില്ല. വേഗം വീടിന്റെ അകത്ത് ചെന്ന് പാറ്റി തരൂ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്.